നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ്, നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടി ബന്ധമുള്ള ആളാണ്. നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടി ബന്ധം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. എത്രത്തോളം റെസനേറ്റ് ചെയ്താലും ഈ ഒരു റീഡിംഗ് കണ്ടിട്ട് നിങ്ങൾ ഡിസിഷൻ ഒന്നും എടുക്കരുത്, കാരണം ഇത് ജനറൽ റീഡിംഗ് ആണ് കേട്ടോ. ഭഗവാനെ ഓം നമ ശിവായ, 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 ഭഗവാനെ ഓം നമ ശിവായ. അപ്പോ ഈ റിലേഷൻഷിപ്പ് തേർഡ് പാർട്ടി ബന്ധം, നിങ്ങളുടെ വ്യക്തിയുടെ തേർഡ് പാർട്ടി ബന്ധത്തിനെ കുറിച്ച് നിങ്ങൾ എന്താണ് അറിയേണ്ടത്, അതാണ് ഭഗവാൻ കാണിച്ചു തരാൻ പോകുന്നത്. സീസ് ദ മൊമെന്റ്. ഒരു കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്, പിന്നെ വന്നിട്ടുള്ളത് ഈ 3 കാർഡ്സ് ആണ്. ഈ ഒരു കാർഡ് എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്, അത് എടുക്കുക, അത് ഉപയോഗിക്കുക, അത് നിങ്ങൾക്ക് സക്സസ് തരുമെന്നാണ് പറയുന്നത്. രണ്ടാമത്തെ കാർഡ് പറയുന്നത്, നിങ്ങൾ പറ്റില്ല എന്നറിയാം, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഏറ്റെടുക്കരുത്. മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നിങ്ങൾക്ക് പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞ് നിങ്ങൾ ഏറ്റെടുക്കരുതെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ബുദ്ധിമുട്ടേ ഉണ്ടാവുകയുള്ളൂ. പിന്നെയുള്ള കാർഡ് പറയുന്നത്, നിങ്ങൾക്ക് പുതിയൊരു ഓപ്പർച്യൂണിറ്റി വരിക. നമ്മളുടെ വ്യക്തിയുമായിട്ട് നമ്മൾക്ക് ബന്ധത്തിൽ പ്രശ്നമുണ്ടെന്ന് പറയുമ്പോൾ മറ്റു പലരും നമ്മളോട് അടുത്ത് കൂടാൻ ട്രൈ ചെയ്യും. അവരൊന്നും, മെജോറിറ്റി ആൾക്കാരും നല്ല ഉദ്ദേശത്തിലായിരിക്കില്ല. കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുക എന്ന് പറയില്ല, അതുപോലത്തെ ഒരു സ്വഭാവമുള്ള ആളുകളായിരിക്കും. കുറച്ച് സിമ്പതി തന്നിട്ട് അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ വന്ന് കയറുന്ന റിലേഷൻഷിപ്പിലൊന്നും, അല്ലെങ്കിൽ പുതിയ ഓപ്ഷൻസിലൊന്നും വിശ്വസിക്കരുത്. അല്ലെങ്കിൽ അതില് ചിലര് നല്ലതായിരിക്കും, നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും ഒരു സൂക്ഷിച്ച് കയറുക, എല്ലാവരെയും അടച്ച് വിശ്വസിക്കരുത് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഉള്ളത്, നിങ്ങൾ വിചാരിക്കുന്ന കാര്യം, ഈ തേർഡ് പാർട്ടിയിൽ നിന്ന് നിങ്ങളുടെ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ അത് നിങ്ങൾ മാത്രം ട്രൈ ചെയ്താൽ പറ്റില്ല, നിങ്ങൾക്ക് അതില് ദൈവാനുഗ്രഹം കൂടി വേണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോ നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി എന്താണ്? ഈ തേർഡ് പാർട്ടി ബന്ധം കൊണ്ട് ഈ വ്യക്തി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള റീഡിംഗ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഈ നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഭഗവാനെ ഓം നമഃ ശിവായ. നിങ്ങളുടെ വ്യക്തിയുടെ എനർജി നോക്കുമ്പോൾ പേജ് ഓഫ് പെന്റക്കിൾസ് റിവേഴ്സും 2 ഓഫ് പെന്റക്കിൾസ് അപ്രൈറ്റുമാണ് വന്നിരിക്കുന്നത്. ഈ വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു കമ്മിറ്റ്മെന്റ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഈ വ്യക്തി കമ്മിറ്റ്മെന്റ് തന്നിട്ടില്ലേ, അല്ലെങ്കിൽ നിങ്ങളോട് ഈ തേർഡ് പാർട്ടിയുടെ കാര്യം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരാതിരിക്കാൻ വേണ്ടിയിട്ടാണോ? കമ്മിറ്റ്മെന്റ് തരാൻ വേണ്ടി ഈ വ്യക്തി ഡിസൈഡ് ചെയ്തിട്ടില്ലാത്ത കാര്യം കൊണ്ടാണെന്ന് വെച്ചാല്, ചിലപ്പോൾ നിങ്ങൾ മാരീഡ് അല്ലായിരിക്കാം. മാരീഡ് ആണെങ്കിൽ പോലും ഇപ്പൊ റെസ്പോൺസിബിലിറ്റി, ചിലപ്പോൾ വീട്ടുകാരെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചതായിരിക്കാം വ്യക്തിയെ. അതല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ ഇപ്പൊ തൽക്കാലത്തേക്ക് കല്യാണത്തിലേക്ക് പോകാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. അപ്പൊ വ്യക്തി ആ ഒരു തീരുമാനം എടുക്കാം. ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ ഉണ്ട് വ്യക്തിക്ക്. ആ ഒരു തീരുമാനം, ഒരു കമ്മിറ്റ്മെന്റിലേക്ക് പോകാനുള്ള തീരുമാനം എടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഈ വ്യക്തി നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് തരാത്തത്. കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ, ഓക്കെ ഞാൻ നിന്നെ വിവാഹം കഴിച്ചോളാം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള വിവാഹത്തിന് എനിക്ക് സമ്മതമാണ്, ഇതാണ് കമ്മിറ്റ്മെന്റ്. കമ്മിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ശരി എന്ന് പറയുന്നത്, അതാണ്. അപ്പോ അതിന് വ്യക്തി ഇപ്പൊ തൽക്കാലത്തേക്ക് തയ്യാറല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ വ്യക്തി തേർഡ് പാർട്ടി കണക്ഷൻ വെച്ചോണ്ടിരിക്കുന്നത്. ചിലപ്പോ ഈ തേർഡ് പാർട്ടിയോടുള്ള ഉദ്ദേശം നമുക്ക് നോക്കാം. എന്തായാലും ഇതാണ് കാരണം, മനസ്സിലായോ? വ്യക്തിയുടെ എനർജി ഇതാണ്. വ്യക്തി തൽക്കാലത്തേക്ക് വിവാഹം കഴിക്കാൻ റെഡിയല്ല. ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് തരാനോ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി കമ്മിറ്റ് ചെയ്യാനോ റെഡിയല്ല. അത് ഈ വ്യക്തിയുടെ, ചിലപ്പോ ഈ വ്യക്തി നിങ്ങളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടായിരിക്കാം. ചിലപ്പോ നിങ്ങളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അതിനുള്ള ഒരു പരിതസ്ഥിതിയിലായിരിക്കില്ല. അതുകൊണ്ടുമായിരിക്കാം ഈ വ്യക്തി, പക്ഷെ നിങ്ങൾ കൺസിഡറേഷനിലുണ്ട്, നിങ്ങളെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ 2 ഓഫ് പെന്റക്കിൾസ്. ഒരു തീരുമാനം എടുക്കാൻ വ്യക്തിക്ക് പറ്റുന്നില്ല. ചിലപ്പോ ഈ തേർഡ് പാർട്ടി നിങ്ങളെ ഈ വ്യക്തി സ്നേഹിക്കാൻ തുടങ്ങിയതിന് മുമ്പേ ഉള്ളതായിരിക്കാം, മനസ്സിലായോ? അപ്പൊ രണ്ടുപേരും ഏകദേശം ഒരേപോലെ ഈ വ്യക്തിക്ക് ഇമ്പോർട്ടന്റ് ആയിരിക്കാം. അപ്പൊ ഇതിനകത്ത് ആർക്ക് കമ്മിറ്റ്മെന്റ് കൊടുക്കണമെന്ന് വ്യക്തി തീരുമാനിച്ചിട്ടില്ല. അങ്ങനെയും എനിക്കൊരു മെസ്സേജ് വരുന്നുണ്ട്. എങ്ങനെയാണ് നിങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അതുപോലെ എടുക്കുക. ടോറസ് വെർഗോ കാപ്രിക്കോൺ, ടോറസ് വെർഗോ കാപ്രിക്കോൺ. ഇത്
എർത്ത് സൈൻ ആണ്. എർത്ത് സൈൻസ് വളരെ വളരെ ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുന്ന ആളുകളാണ് കേട്ടോ. അതുപോലെ തന്നെ അവര് ഒരു പ്രാവശ്യം നിങ്ങളോട് യെസ് പറഞ്ഞാൽ അതിൽ നിന്ന് ബാക്ക് ഔട്ട് ചെയ്യില്ല. അങ്ങനത്തെ ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ യെസ് പറയാനും ഒരു റിലേഷൻഷിപ്പിലേക്ക് വിവാഹം കഴിക്കാം എന്ന് പറയാനും വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്കൊന്നും ഫോഴ്സ് ചെയ്ത് ഇവരെ കൊണ്ട് ഒരു യെസ് പറയിപ്പിക്കാൻ പറ്റില്ല. നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എർത്ത് സൈൻസ് ആണ് ഇവിടെ. നിങ്ങളുടെ വ്യക്തികൾ ഇതാവണം എന്നില്ല, പക്ഷെ ഇവരുടെ ബർത്ത് ചാർട്ടില് ചിലപ്പോ എർത്ത് സൈൻ സ്ട്രോങ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇവര് ഒരു തീരുമാനം എടുക്കുമ്പോൾ 100 പ്രാവശ്യം ആലോചിച്ച് തീരുമാനിക്കുന്നവരാണ്. ഒരു പ്രാവശ്യം അവർ വേണ്ടാന്ന് വെച്ചു കഴിഞ്ഞാൽ പിന്നെ അവര് വേണ്ടാന്ന് തന്നെയാണ് അവരുടെ അഭിപ്രായം. വേണമെന്നാണെങ്കിൽ വേണമെന്ന് തന്നെയാണ് അഭിപ്രായം കേട്ടോ. വേണമെന്ന കാര്യം വേണ്ടാന്ന് വെക്കാൻ ബുദ്ധിമുട്ടാണ്. വേണ്ടാന്ന് വെച്ച കാര്യം വേണം എന്ന് ഒരിക്കലും വെക്കില്ല അവര്. അങ്ങനെയാണ്. അപ്പൊ അവര് ഇപ്പൊ തൽക്കാലത്തേക്ക് എന്നോട് പറ്റില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്, നാളെ എന്നെ കല്യാണം കഴിക്കും എന്ന് വിശ്വസിക്കണ്ട. ഇവര് പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല എന്ന് തന്നെയാണ്. പക്ഷെ നിങ്ങളുടെ വ്യക്തി അങ്ങനെ ഒരാളാവണം എന്നില്ല. ചിലപ്പോൾ നിങ്ങളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളായിരിക്കും, പക്ഷെ പരിതസ്ഥിതി അതിന് അനുവദിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തൽക്കാലത്തേക്ക് കമ്മിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊരു അവസ്ഥയുള്ള ആളായിരിക്കാം. എന്തായാലും നമുക്ക് നോക്കാം എന്തിനാണ് തേർഡ് പാർട്ടി കണക്ഷൻ കൊണ്ട് ഈ വ്യക്തി എന്താണ് ഉദ്ദേശിക്കുന്നത്. തേർഡ് പാർട്ടി കണക്ഷൻ കൊണ്ട് ഈ വ്യക്തി പല ഉദ്ദേശങ്ങളാണ് ഈ വ്യക്തിക്ക്. നിങ്ങളോട് തേർഡ് പാർട്ടി കണക്ഷനെ കുറിച്ച് നിങ്ങളോട് ഈ വ്യക്തിയാണോ പറഞ്ഞത്, അതോ നിങ്ങൾ കണ്ടുപിടിച്ചതാണോ? വേറെ ആരുടെയെങ്കിലും മൊബൈൽ നോക്കിയപ്പോ മെസ്സേജസ് വേറെ സ്ത്രീയുടെയോ പുരുഷന്റെയോ മെസ്സേജസ് കണ്ടതാണോ? എന്തായാലും ഈ വ്യക്തി നിങ്ങളോട് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. എന്താണ് ഉദ്ദേശം എന്ന് പറയുമ്പോൾ ഈ വ്യക്തി പറയുന്നത് പേഴ്സണൽ ട്രാൻസിഷൻ എന്ന് വെച്ചാൽ ഈ വ്യക്തിയുടെ സ്വഭാവത്തില് എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞ ആള് ഈ വ്യക്തി സ്നേഹിച്ചിരുന്ന ഒരാളാണ്. അപ്പൊ ഇവര് തമ്മില് പഴയ ഒരു കണക്കുണ്ട്, മനസ്സിലായോ? അപ്പൊ ഈ തേർഡ് പാർട്ടിന്ന് നിങ്ങള് കണ്ടിട്ടുള്ള ഈ ആള് നിങ്ങള് വ്യക്തിയുടെ ജീവിതത്തിൽ വരുന്നതിന് മുമ്പേ ഉള്ള ഒരാളാണ്. ഇവര് ചിലപ്പോ ഒരുമിച്ച് ജനിച്ച് കളിച്ച് വളർന്നവരായിരിക്കാം, അതല്ലെങ്കിൽ ഒരുമിച്ച് പഠിച്ചിട്ട് എന്തോ ഉണ്ട്. അപ്പൊ ഇവരുടെ മനസ്സിൽ ഈ തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഒരു സ്നേഹബന്ധം, ഇവർ തമ്മിൽ തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നു. പക്ഷേ അത് ആക്റ്റീവ് അല്ല. ആ ബന്ധം ഓൺ ആൻഡ് ഓഫ് ആണ്. എന്ന് വെച്ചാൽ തേർഡ് പാർട്ടി ചിലപ്പോ ഈ വ്യക്തിയെ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ രണ്ടാമത് വന്നതായിരിക്കാം. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. അപ്പൊ ആവശ്യമില്ലാതെ ചിന്തിച്ച് തല പുകയ്ക്കേണ്ട കാര്യമില്ല. ഇവിടെ ഇതൊരു പഴയ സിറ്റുവേഷൻ ആണ് കേട്ടോ. അപ്പൊ തൽക്കാലം ഈ റിലേഷൻഷിപ്പ് വ്യക്തി മുമ്പോട്ട് കൊണ്ടുപോകുന്നില്ല എന്നാണ് പറയുന്നത്. ഇവിടെ വ്യക്തി ഇപ്പൊ വ്യക്തിയുടെ മനസ്സിൽ പൈസ ഉണ്ടാക്കണമെന്നാണ്. പൈസ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്ന എന്തുകൊണ്ടാണ്? അത് നിങ്ങളോട് തുറന്നു പറയാൻ തേർഡ് പാർട്ടിയെ കുറിച്ച് വ്യക്തി ഡിസ്കസ് ചെയ്യേയില്ല. നിങ്ങൾ ചോദിച്ചാൽ ഒന്നും പറയില്ല. ഇല്ലെന്നും പറയില്ല, ഉണ്ടെന്നും പറയില്ല. ഉണ്ടായിരുന്ന കാര്യമായതുകൊണ്ട് ഇല്ലെന്ന് പറയാൻ ഒരു മടി. കാരണം ഒരിക്കൽ സ്നേഹിച്ചിരുന്ന ഒരാളാണ്. പക്ഷെ ഇല്ലെന്ന് പറയാനും പറ്റില്ല, കാരണം ഇപ്പൊ അവര് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയെ. നിങ്ങളുടെ വ്യക്തി ചിലപ്പോൾ സംസാരിക്കുന്നുണ്ടാവാം, പക്ഷെ അവരെ സ്നേഹിക്കുന്നില്ല ഇപ്പൊ. അതാണ് ഏറ്റവും മെയിൻ ആയ കാര്യം. നിങ്ങളെയാണ് ഈ വ്യക്തി സ്നേഹിക്കുന്നത്, പക്ഷെ നിങ്ങളോട് എപ്പോ യെസ് പറയണം എന്ന കാര്യം ഈ വ്യക്തി തീരുമാനിച്ചിട്ടില്ല. കാരണം ഈ വ്യക്തിക്ക് പണം ഉണ്ടാക്കണം, ഇഷ്ടംപോലെ പണം ഉണ്ടാക്കണം, ഒരു വീട് വാങ്ങിക്കണം. നിങ്ങൾ ബുദ്ധിമുട്ടരുത്, അതാണ് മെയിൻ ഉദ്ദേശം. എന്നുവെച്ചാല് എല്ലാ എർത്ത് സയൻസ് എപ്പോഴും ചാടി കയറി വിവാഹം കഴിക്കുകയല്ല, അല്ലെങ്കിൽ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് അവര് ഇവരുടെ വിശ്വാസം എന്ന് വെച്ചാൽ ഇവരുടെ ജീവിതത്തിലേക്ക് വരുന്നവർ ഒരിക്കലും ബുദ്ധിമുട്ടാൻ പാടില്ല. പൈസയ്ക്കാണെങ്കിൽ ഒരു അല്ലലും ഉണ്ടാകരുത്. അതാണ് എർത്ത് സയൻസിന്റെ പ്രത്യേകത. പക്ഷെ അവര് എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിൽ പോകില്ല. അവര് ഒരു സ്ത്രീയെ മാത്രം സ്നേഹിക്കുന്ന, ഒരു പുരുഷനെ മാത്രം സ്നേഹിക്കുന്ന ആളാണെന്ന് ഞാൻ കൺഫേം ചെയ്യില്ല. അത് ഓരോരുത്തരുടെ സ്വഭാവമാണ്. പക്ഷെ അവരുടെ എർത്ത് സയൻസ് എല്ലാവരും അവരുടെ കൂടെ ജീവിക്കുന്നവർക്ക് ഒരു അല്ലലും വരാൻ പാടില്ല. അതിന് ഇവര് മാക്സിമം ഇവർക്ക് പൈസ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നറിയാം, പൈസ എങ്ങനെ ചെലവാക്കണം. പിശുക്കരല്ല ഇവരാരും. എല്ലാവരും ലാവിഷായിട്ട് പൈസ ചെലവാക്കും. ലാവിഷായിട്ട് പൈസ ചെലവാക്കണമെങ്കിൽ ലാവിഷായിട്ട് പൈസ വന്നു കയറണം. അതെങ്ങനെ ഉണ്ടാക്കണം എന്ന് എർത്ത് സയൻസിന് അറിയാം. അപ്പൊ അങ്ങനത്തെ ആളുകളാണ് നിങ്ങൾ. ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക്. കാരണം നമ്മള് എന്താ പറയാ, അറിയില്ല, എന്റെ ഒരു മെന്റാലിറ്റി വെച്ചിട്ട് എനിക്കിതൊരു നല്ല റിലേഷൻഷിപ്പ് ആയിട്ടാണ് തോന്നുന്നത്. കാരണം ഒരു സ്റ്റെബിലിറ്റിയാണ് നമുക്ക് വിവാഹത്തിലും റിലേഷൻഷിപ്പിലും വേണ്ടത്, അല്ലെ? ആ ഒരു സ്റ്റെബിലിറ്റി ഇവിടെ കാണുന്നുണ്ട്. അപ്പോ വ്യക്തിക്ക് പണ്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അവരുമായിട്ട് സംസാരിക്കുന്നു. പിന്നെ വേറൊരു കാര്യം, ഇമോഷണൽ ആയിട്ട് അറ്റാച്ച്ഡ് ആവാത്ത ഒരു എനർജിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സംശയം വരും ഈ വ്യക്തി വേറെ ആരെങ്കിലും. പല റീഡിങ്സും എനിക്ക് ഇവിടെ വരുന്നത് ടോറസ്, വെർഗോ, കാപ്രിക്കോണിനെ കുറിച്ചുള്ള റീഡിങ്സ് ആണ് വരാറ്.
പ്രത്യേകിച്ച് കാപ്രിക്കോൺ സോഡിയാക് സൈൻ ആയ ഒരു വ്യക്തിയെ കുറിച്ചുള്ള റീഡിങ്സ് ആണ് എനിക്ക് മെജോറിറ്റി വരാറുള്ളത്. കാരണം ഇവര് അവരുടെ ഇമോഷണൽ സൈഡ് ആരെയും കാണിക്കാറില്ല. വളരെ ഡിറ്റാച്ച്ഡ് ആയിട്ടാണ് അവർ പെരുമാറുക. അപ്പോ എത്രയും സ്നേഹിക്കുന്ന ആളാണെങ്കിലും അവർക്കും ഒരു ഡൗട്ട് വരും, ഈ വ്യക്തി ശരിക്കും എന്നെ സ്നേഹിക്കുന്നുണ്ടോ, അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പൊ അത് തന്നെ ഇവിടെ കാണിക്കുന്നത്. ചിലപ്പോ ഇവര് നിങ്ങളുമായിട്ടുള്ള ബന്ധം കൺഫേം ചെയ്യാത്തത് കാരണം ഇവര് ഇപ്പോഴും നിങ്ങൾക്ക് തരണമെന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു ജീവിതം ഉണ്ടല്ലോ, അതിനുള്ള കപ്പാസിറ്റി ഇവർക്ക് വന്നിട്ടില്ല. അതുകൊണ്ടായിരിക്കാം ഇവര് കമ്മിറ്റ്മെന്റ് തരാത്തത്. ഈ തേർഡ് പാർട്ടിയെ കുറിച്ചുള്ള ഉദ്ദേശം ഒന്നുമില്ല. ഇവരോട് സംസാരിക്കുന്നുണ്ട്. കാരണം ഈ വ്യക്തി പൊതുവെ എല്ലാവരോടും സംസാരിക്കുന്ന സ്വഭാവമുള്ളവരാണ്. ആര് വിളിച്ചാലും ഫോൺ എടുക്കും, ഇവര് ഇഗ്നോർ ചെയ്യില്ല. പിന്നെ നിങ്ങളോട് ചിലപ്പോ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയ്യും, അൺബ്ലോക്ക് ചെയ്യും, അതൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരാളെയും മുഷിപ്പിക്കാൻ ഈ വ്യക്തികൾ ആഗ്രഹിക്കില്ല. അവരെപ്പോഴും ഒരു കോൾ എടുക്കുന്നത് അതിനെന്താ പ്രശ്നം എന്നാണ് ഇവർ ചിന്തിക്കുന്നത്. ഒരാൾ വിളിക്കുമ്പോൾ അയാൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാനുള്ള ഒരു മനസ്ഥിതി ഇവർക്കുണ്ട്. നല്ല ക്ഷമയുള്ള ആളുകളാണ്. ഞാൻ എന്തുകൊണ്ടാണ് ടോറസ് വെർഗോ കാപ്രിക്കോണിനെ കുറിച്ച് ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇവിടെ മെജോറിറ്റിയും ടോറസ് വെർഗോ കാപ്രിക്കോൺ ആണ് സ്ട്രോങ് ആയിട്ട് വന്നിട്ടുള്ളത്. ഈ ഒരു എനർജി വന്നേക്കുന്ന ടോറസ് വെർഗോ കാപ്രിക്കോണിന്റെ ആണ്, നിങ്ങളുടെ വ്യക്തിയുടെ എനർജി. അതുകൊണ്ടാണ് പറഞ്ഞത്. അവര് ടോറസ് വെർഗോ കാപ്രിക്കോണിൽ പെട്ടവരാവണം എന്നില്ല, പക്ഷെ ഈ ഒരു എർത്ത് സൈൻ അവരുടെ ബർത്ത് ചാർട്ടിൽ എവിടെയോ ഉണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ഒരു സ്വഭാവം കേട്ടോ. വളരെ സ്റ്റേബിൾ ആയ ആളുകളാണ് ഇവിടെ. അപ്പോ തേർഡ് പാർട്ടി നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ഈ വ്യക്തിക്ക് ഒരു ഉദ്ദേശവും ഇല്ല. തേർഡ് പാർട്ടി അവിടെ ഉണ്ട്, സംസാരിക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. ഉദ്ദേശം നിങ്ങളായിട്ടാണുള്ളത്. അപ്പൊ നിങ്ങൾ ഈ തേർഡ് പാർട്ടിയെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അക്വേറിയസ് ലിബ്ര ജെമിനായ്, Cancer, Pisces, Scorpio, Aquarius, Libra, Gemini, Taurus, Virgo, Capricorn. ഈ തേർഡ് പാർട്ടിയുമായിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് ഒരു അൺഫിനിഷ്ഡ് ബിസിനസ് ഉണ്ട്. അതെന്താന്ന് വെച്ചാല്, നമ്മൾ ചിലപ്പോ അവർക്ക് അവരുടെ അടുത്ത് എന്തെങ്കിലും മേടിച്ചപ്പോ തിരിച്ചു കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാതിരിക്കുക. മനസ്സിലായി? നമ്മള് ഈ റിലേഷൻഷിപ്പ് തീർന്നു എന്ന് അവര് മനസ്സിലാക്കിയിട്ടില്ല. തേർഡ് പാർട്ടി ഒരിക്കലും നിങ്ങളുടെ വ്യക്തി ആ തേർഡ് പാർട്ടിയെ സ്നേഹിച്ചിട്ടുണ്ട്. അപ്പോ പക്ഷെ ഈ തേർഡ് പാർട്ടി ഇപ്പോഴും വിശ്വസിക്കുന്ന ആ സ്നേഹം ഇപ്പോഴും ഉണ്ടെന്നാണ്. പക്ഷെ നിങ്ങളുടെ വ്യക്തിയെ തേർഡ് പാർട്ടി ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ തേർഡ് പാർട്ടിയുമായിട്ട് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള നമ്മളൊരു ഫയല് നോക്കിയിട്ട് അത് ഓക്കെ കഴിഞ്ഞു, അതിന്റെ എല്ലാ കാര്യങ്ങളും നോക്കി ഇത് പെർഫെക്റ്റ് ആണ്, എന്നിട്ട് നമ്മൾ ആ ഫയല് പൊതിഞ്ഞിട്ട് കെട്ടിവെക്കും അല്ലെ, ആ ഒരു അവസ്ഥ വന്നിട്ടില്ല. ഇതിപ്പോഴും ചില കാര്യങ്ങൾ ഇപ്പോഴും അവരുമായിട്ടുള്ള ആ ബന്ധത്തിലൊക്കെ ചില കാര്യങ്ങൾ ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ടില്ല. അതെന്താണെന്ന് നിങ്ങളുടെ വ്യക്തിക്ക് അറിയുള്ളൂ. പക്ഷെ നിങ്ങളുമായിട്ട് അത് ഡിസ്കസ് ചെയ്യാൻ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. അത്രയും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി എന്നാണ് വ്യക്തി പറയുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയുമായ ഒരു ആരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ചു തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളുടെ വ്യക്തി എത്രയും പെട്ടെന്ന് നിങ്ങളുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.